ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ടു മൈ ചാനൽ. അപ്പോൾ ഇന്ന് ഞാനൊരു അടിപൊളി കഥയുമായിട്ടാണ് വന്നിരിക്കുന്നത്. നമുക്ക് കേട്ടാലോ? എൻ്റെ പേര് ആതിര. എൻ്റെ വീട് എറണാകുളം ജില്ലയിലെ അങ്കമാലിക്കടുത്താണ്. എൻ്റെ അച്ഛൻ അങ്കമാലിയിൽ ഒരു സൂപ്പർ മാർക്കറ്റ് നടത്തുന്നു. എൻ്റെ അമ്മയുടെ പേര് പാർവതി, ഒരു വീട്ടമ്മയാണ്. ഞാൻ വീട്ടിലെ മൂത്ത മകളാണ്. എനിക്ക് 2 അനിയത്തിമാരുണ്ട്. എനിക്ക് തൊട്ട് താഴെയുള്ള അനിയത്തിയുടെ പേര് ആരതി. അവളിപ്പോൾ MSc ലാസ്റ്റ് ഇയറാണ്. ഏറ്റവും ഇളയ അനിയത്തിയുടെ പേര് അഞ്ജലി. അവൾ ഡിഗ്രി ഫസ്റ്റ് ഇയർ പഠിക്കുന്നു. ഞാൻ പഠിത്തമൊക്കെ കഴിഞ്ഞ് വീട്ടിൽ വെറുതെ ഇരിപ്പാണ്. കുറച്ചുനാൾ PSC കോച്ചിങ്ങിന് പോയിരുന്നെങ്കിലും എഴുതിയ ടെസ്റ്റൊക്കെ പൊട്ടി. ഞങ്ങൾ 3 പെൺകുട്ടികളും അതിസുന്ദരിമാരാണ് കേട്ടോ കാണാൻ. ഇടയ്ക്ക് ക്ഷേത്രത്തിൽ പോകുമ്പോൾ ചില ചെക്കന്മാർ ഞങ്ങളെ ഒളികണ്ടിട്ട് നോക്കുന്നത് ഞാൻ ആസ്വദിക്കാറുണ്ട്. എന്നെപ്പറ്റി പറയുകയാണെങ്കിൽ എന്നെ കാണാൻ സിനിമാ നടി സ്വാസികയെ പോലെയാണെന്ന് പറഞ്ഞ് ആരതിയും അഞ്ജലിയും കളിയാക്കാറുണ്ട്. പക്ഷേ എൻ്റെ കാഴ്ചപ്പാടിൽ ഞങ്ങളിൽ ഏറ്റവും സുന്ദരി ആരതിയാണ്. അവൾ അത്യാവശ്യം മോഡേൺ ആണ്. ആരതി അങ്കമാലിയിൽ തന്നെയുള്ള കാർത്തിക് എന്നൊരു ചെക്കനുമായി പ്രേമത്തിലായിരുന്നു. ഒരിക്കൽ ഇവർ 2 പേരും കൂടി സിനിമ കാണാൻ പോയപ്പോൾ ഞങ്ങളുടെ നാട്ടിലുള്ള ശ്രീനി അങ്കിളും കൂട്ടരും ഇവരെ കണ്ടു. നാട്ടിലൊക്കെ അറിഞ്ഞു. എൻ്റെ അച്ഛൻ വലിയ അഭിമാനിയാണ്. ആരതിക്കും ആ ചെക്കനും അസ്ഥിക്ക് പിടിച്ച പ്രണയമായിരുന്നു. കാർത്തിക് അങ്കമാലിയിലെ നല്ലൊരു സമ്പന്ന കുടുംബത്തിലെ ഇളയ പുത്രനായിരുന്നു. കാർത്തിയുടെ വീട്ടുകാരിടപെട്ട് ആരതിയെ കാർത്തിക്കിന് കല്യാണം കഴിച്ചു കൊടുക്കുമോ എന്ന് ചോദിച്ച് എൻ്റെ വീട്ടിൽ വന്നപ്പോൾ അച്ഛൻ അവരുടെ കല്യാണം സമ്മതിച്ചു കൊടുത്തു. അല്ലാതെ വേറെ വഴിയില്ലല്ലോ. ആരതി കാർത്തിയുടെ കൂടി ഇറങ്ങിപ്പോകുമോ എന്ന ഭയം അച്ഛനുണ്ട്. അങ്ങനെ സംഭവിച്ചാൽ വലിയ അഭിമാനിയായ അച്ഛന് അത് താങ്ങാൻ പറ്റില്ല. അവരുടെ കല്യാണത്തിന് സമ്മതിക്കുമ്പോൾ അച്ഛന് ഒരു ഡിമാൻഡ് മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. മൂത്ത മകളായ എൻ്റെ കല്യാണം കഴിഞ്ഞിട്ടേ അവരുടെ കല്യാണം നടത്തുകയുള്ളൂ. അത് ന്യായമാണെന്ന് പറഞ്ഞ് അവരും സമ്മതിച്ചു. അങ്ങനെ എൻ്റെ അനിയത്തിയുടെ പ്രേമം കാരണം 24 വയസ്സുള്ളപ്പോൾ എനിക്ക് കല്യാണം കഴിക്കേണ്ടി വന്നു. എന്നെ കല്യാണം കഴിച്ച് വിട്ടേക്കുന്നത് തൃശ്ശൂർ ജില്ലയിലെ ചേലക്കോട് എന്ന സ്ഥലത്താണ്. ഒരു നാട്ടിൻപുറമാണ്. അവിടുത്തെ ഒരു വലിയ തറവാട്ടിലെ മൂത്ത പുത്രനാണ് എൻ്റെ കെട്ടിയോൻ. പേര് അഭിറാം. എല്ലാവരും അഭി എന്ന് വിളിക്കും. അഭിക്ക് ഒരു പെങ്ങൾ മാത്രമേ ഉള്ളൂ. അവൾ കല്യാണം കഴിഞ്ഞ് ദുബായിലാണ്. അഭി ഒരു സോഫ്റ്റ്വെയർ എഞ്ചിനീയറാണ്. കല്യാണം നടക്കുമ്പോൾ ബാംഗ്ലൂരുള്ള കമ്പനിയിലായിരുന്നു ജോലിയെങ്കിലും എന്നെ ബാംഗ്ലൂരിൽ കൊണ്ടുപോയില്ല. അഭിയുടെ അച്ഛനും അമ്മയ്ക്കും കൂട്ടിന് എന്നെ നിർത്തി. കല്യാണം കഴിഞ്ഞ് 2 വർഷമായി. അഭിക്ക് ഒരു വർഷത്തേക്ക് മുംബൈയിലാണ് ജോലി. അതുകൊണ്ട് ബാംഗ്ലൂർ ആയിരുന്നപ്പോൾ വീട്ടിലേക്ക് വരുന്നത് പോലെ വരാറില്ല. അഭിയുടെ അമ്മയും അച്ഛനും മാത്രമേ വീട്ടിലുള്ളൂ. അമ്മയെ ജോലിക്കാര്യത്തിൽ സഹായിക്കാനായി ജാനു എന്നൊരു ചേട്ടത്തി വരാറുണ്ട്. അഭിയുടെ അമ്മ രേവതി അമ്പലവാസിയും ദൈവഭയവുമുള്ള ഒരു പാവം നാട്ടിൻപുറത്തുകാരിയാണ്. അഭിയുടെ അച്ഛന് 55 വയസ്സുണ്ട്. പാരമ്പര്യമായി ഒരുപാട് ഭൂസ്വത്തുള്ള തറവാടാണ് അഭിയുടേത്. ശരിക്കും പറഞ്ഞാൽ അഭിക്ക് ജോലിക്ക് പോകേണ്ട കാര്യമേ ഇല്ല. ഞങ്ങളുടെ വീട് നിൽക്കുന്നത് തന്നെ വലിയ പറമ്പിന് നടുക്കാണ്. അവിടെ കൃഷി ചെയ്യുന്നുണ്ട്. ചെറിയൊരു ഫാമിൻ്റെ സെറ്റപ്പാണ്. പശുക്കളും ആടുകളും കോഴികളും തുടങ്ങി എല്ലാത്തരം ജീവജാലങ്ങളുമുണ്ട്. ഒരുപാട് കൃഷിഭൂമി വേറെയുള്ളത് പാട്ടത്തിന് കൊടുത്തിരിക്കുകയാണ്. വീട്ടിലുള്ള ഫാമിൽ എല്ലാ കാര്യങ്ങളും അച്ഛനാണ് മേൽനോട്ടത്തിൽ. നരേന്ദ്രനാഥ് എന്നാണ് പേരെങ്കിലും നാട്ടിലെല്ലാവരും സ്നേഹത്തോടെ കൊച്ചേട്ടൻ എന്നാണ് അച്ഛനെ വിളിക്കുന്നത്. വീട്ടിലുള്ളവരും അങ്ങനെയാണ് വിളിക്കുന്നത്. എന്നോടും അങ്ങനെ വിളിച്ചാൽ മതി എന്ന് പറഞ്ഞിട്ടുണ്ട്. സത്യം പറഞ്ഞാൽ അച്ഛൻ്റെ ഒരു ഗുണവും അഭിക്ക് കിട്ടിയിട്ടില്ല. ലീവിന് വരുമ്പോൾ ഞങ്ങൾ തമ്മിലുള്ള പരിപാടികളിൽ എനിക്ക് പൂർണ്ണ സംതൃപ്തി കിട്ടാറില്ല. അഭി ഭയങ്കര വർക്കഹോളിക്കാണ്. ഒരു തവണ ഞങ്ങളുടെ പരിപാടികൾക്കിടയിൽ അഭിയുടെ സാറിൻ്റെ ഫോൺ കോൾ വന്നപ്പോൾ അത് അറ്റൻഡ് ചെയ്തു. എനിക്കൊന്ന് മൂഡായി വരികയായിരുന്നു. എന്തോ അർജൻറ്റ് പ്രോജക്റ്റിൻ്റെ ബാലൻസ് ഉണ്ടെന്ന് പറഞ്ഞ് എന്നെ മൈൻഡ് ചെയ്യാതെ ബെഡിൽ നിന്ന് എഴുന്നേറ്റ് ലാപ്ടോപ്പ് എടുത്തുകൊണ്ട് പുറത്തേക്ക് പോയി. അഭി ഒരു അമ്മ മകനാണ്. പിന്നെ അച്ഛനെ പോലെ മേലനങ്ങി പണിയെടുത്ത് ശീലമില്ല.
ഒരു പെണ്ണിനെ സന്തോഷിപ്പിക്കേണ്ടത് എങ്ങനെയെന്ന് പോലും അറിയില്ല. ഞാനാണെങ്കിൽ ഒരു സംസാരപ്രിയയാണ്. അഭി ഒരു മിതഭാഷിയും. അധികം ആരോടും സംസാരിക്കാറില്ല. പോരാത്തതിന് ഒടുക്കത്തെ വൃത്തിരാക്ഷസനും. ഫാമിൻ്റെ പരിസരത്ത് പോലും അഭി പോകാറില്ല. 2 തലമുറയ്ക്ക് കഴിയാനുള്ള സ്വത്ത് വകകൾ ഉണ്ടായിരുന്നിട്ട് കൂടി മക്കൾക്ക് വേണ്ടി ഇപ്പോഴും അച്ഛൻ എല്ലുമുറിയെ പണിയെടുക്കുന്നത് കാണുമ്പോൾ ബഹുമാനത്തിൽ കവിഞ്ഞ് ഒരു ആരാധന കൂടി തോന്നിപ്പോവുകയാണ്. അടുക്കളയിലോട്ട് പോകുന്ന സമയത്ത് ജാനുവേട്ടത്തെയും അമ്മയുമായിട്ട് സംസാരം. ജാനുചേട്ടത്തി പറയുകയാണ്, അഭിമോൻ ആ കൊച്ചിനെ കൂടെ ബോംബെയിലേക്ക് കൂട്ടിക്കൊണ്ടു പോകരുതോ? ഇവിടെ തനിച്ചിരുന്ന് അതിന് ഭ്രാന്ത് പിടിക്കില്ലേ? ഞങ്ങൾ അവനോട് പറഞ്ഞതാ ചേട്ടത്തി. അപ്പോൾ അവൻ ഓരോ ഒഴിവ് കഴിവ് പറയും. അച്ഛനും അമ്മയ്ക്കും കൂട്ടിന് അവൾ ഇവിടെ നിൽക്കട്ടെ എന്ന്. പിന്നെ 1 കൊല്ലം കൂടി കഴിഞ്ഞ് അവൻ അവിടുന്ന് വേറെ സ്ഥലത്തേക്ക് മാറ്റം കിട്ടാൻ സാധ്യതയുണ്ട്. ഓ, എന്നാ കാര്യത്തിനാന്നേ അഭിമോനി അന്യനാട്ടിൽ പോയി കഷ്ടപ്പെടുന്നത്? ഇവിടെ ഇരുന്ന് തിന്നാനുള്ള വകയുണ്ടല്ലോ. കൊച്ചേട്ടനെ എല്ലാ കാര്യത്തിലും ഒന്ന് സഹായിച്ച് വെറുതെ നിന്നാൽ പോരെ? നല്ല കാര്യമായി. അമ്മ ചിരിക്കുന്നു. ഇവിടെ തൊടിയിൽ കമിഴ്ന്നു കിടക്കുന്ന പ്ലാവില തിരിച്ചിടാത്തവനാണ്. അതും പറഞ്ഞ് അമ്മയൊന്ന് ചിരിച്ചു. അതും ശരിയാ. ആതിരമോളെ കാണാൻ എന്ത് ഐശ്വര്യമാണല്ലേ. നല്ല പാലപ്പത്തിൻ്റെ നിറവും വിടർന്ന കണ്ണുകളും. ആ സിനിമയിലും സീരിയലിലുമൊക്കെ അഭിനയിക്കുന്ന പെങ്കൊച്ചിനെ കൂട്ടാണ് കാണാൻ. വേറെ ഏതെങ്കിലും ഒരു കൊച്ചനാണെങ്കിൽ ഇതുപോലൊരു കൊച്ചിനെ നാട്ടിൽ നിർത്തി പോകില്ല. അവരുടെ സംസാരത്തിന് സ്റ്റോപ്പിട്ടുകൊണ്ട് രാഘവേട്ടൻ വെണ്ണയും ചോദിച്ചുകൊണ്ട് അങ്ങോട്ട് ചെന്നു. രാഘവേട്ടൻ അച്ഛൻ്റെ സഹായിയാണ്. അച്ഛൻ്റെ വലങ്കൈയാണെന്ന് തന്നെ പറയാം. വർഷങ്ങളായി ഇവിടുത്തെ ഫാമിലെ പശുക്കളെ കറക്കുന്നത് അയാളാണ്. ഈ രാഘവേട്ടൻ്റെ ഒരു സീക്രട്ട് എനിക്കറിയാം. ഒരു ദിവസം എല്ലാവരും കുടുംബക്ഷേത്രത്തിൽ പോയി. സാധാരണ കുടുംബക്ഷേത്രത്തിൽ പോയാൽ വരാൻ ഒരുപാട് വൈകും. അന്ന് രാവിലെ റെഡ് അലേർട്ട് പ്രഖ്യാപിച്ചത് കൊണ്ട് എനിക്ക് മാത്രം ക്ഷേത്രത്തിൽ പോകാൻ കഴിഞ്ഞില്ല. ഫാമിൽ പണിക്ക് വരുന്ന ഒരു നളിനി ചേച്ചിയുണ്ട്. ഏതാണ്ട് സീരിയലിലൊക്കെ അഭിനയിക്കുന്ന നടി ബീൻഡ് ആൻ്റണി ഇല്ലേ, അതുപോലെ ഇരിക്കും കാണാൻ. ചേച്ചിയുടെ കെട്ടിയോൻ മരിച്ചു പോയതാണ്. അന്ന് തൊഴുത്ത് വൃത്തിയാക്കലായിരുന്നു. അല്പം വെള്ളം അവിടേക്ക് കൊണ്ടുവയ്ക്കണമെന്ന് ക്ഷേത്രത്തിൽ പോകുന്നതിന് മുൻപേ അമ്മ പറഞ്ഞിരുന്നത് കൊണ്ട് വെള്ളം വെക്കാൻ ഞാൻ പോയതായിരുന്നു. തൊഴുത്ത് നിൽക്കുന്നതിൻ്റെ ഭാഗത്തായി നിറയെ ചെടികൾ തിങ്ങി വളർന്നു നിൽക്കുന്നത് കൊണ്ട് ആ ഏരിയ പെട്ടെന്ന് പുറമേ നിന്ന് വരുന്നവരുടെ ശ്രദ്ധയിൽപ്പെടില്ല. ഞാൻ വെള്ളവും കൊണ്ട് പോയപ്പോൾ കച്ചിക്കൂനയുടെ പിൻവശത്ത് ഒരു ഞെരുക്കം. ഞാൻ പതിയെ സൈഡിൽ കൂടി നോക്കുമ്പോൾ 4 കമ്പിൽ കൈലിമുണ്ട് നാട്ടി വെച്ചേക്കുന്നു. ശബ്ദമുണ്ടാക്കാതെ അടുത്തേക്ക് ചെന്ന് വിടവിലൂടെ നോക്കുമ്പോൾ രാഘവേട്ടനും നളിനി ചേച്ചിയും തമ്മിൽ ഭയങ്കര കായികപരമായ പോരാട്ടം നടക്കുന്നു. 50 കഴിഞ്ഞ നളിനി ചേച്ചിയും മോശമല്ല. രാഘവേട്ടനോട് കിടപിടിച്ച് നിൽക്കുന്നുണ്ട്. രാഘവേട്ടനൊരു അഭ്യാസി തന്നെ. ഫാമിലെ പശുക്കളെ ചവിട്ടിക്കാൻ നല്ല ഇനം വിത്തുകാളകളെ കൊണ്ടുവരാറുണ്ട്. രാഘവേട്ടൻ ഒരു നല്ല വിത്തുകാളയെ പോലെയാണെന്ന് എനിക്ക് തോന്നിപ്പോയി. നല്ല രസമുള്ള കാഴ്ച. ഞാൻ ആദ്യമായിട്ടാണ് ഒരു ലൈവ് പ്രോഗ്രാം കാണുന്നത്. സമാപന ചടങ്ങ് എത്താറായപ്പോൾ ഞാൻ അവിടുന്ന് മാറി. എന്തൊക്കെ പറഞ്ഞാലും നളിനി ഏട്ടത്തി ഭർത്താവ് മരിച്ചൊരു സ്ത്രീയല്ലേ. അവർക്കും അവരുടേതായ ആവശ്യങ്ങളുണ്ടാകും. അതൊക്കെ നിറവേറ്റുന്നതിന് അവർക്ക് പല വഴികളും കാണും. അതിലൊരു തെറ്റും ഞാൻ കാണുന്നില്ല. ഞാൻ കണ്ട കാര്യങ്ങളൊന്നും ആരോടും പറയാനും പോയില്ല. ഞാൻ തിരികെ എൻ്റെ റൂമിലെത്തി കുളിക്കാനായുള്ള ഒരുക്കത്തിലാണ് ജാനുവേട്ടത്തി അമ്മയോട് പറഞ്ഞ കാര്യങ്ങൾ മനസ്സിലോട്ടെത്തിയത്. ഞാൻ കുളിക്കുന്നതിന് വേണ്ടി വസ്ത്രം മാറുന്നതിനിടയിൽ കണ്ണാടിയിൽ നോക്കി. ശരിയാണ്, ഞാൻ സുന്ദരിയാണ്. എൻ്റെ ശരീര സൗന്ദര്യം ആരെയും മോഹിപ്പിക്കുന്നതാണ്. കുട്ടിയായിരിക്കും തൊട്ടേ വീട്ടിൽ ഞങ്ങൾ 3 പെൺമക്കൾക്കും മുത്തശ്ശിയുടെ വക പല കൂട്ടുകളിൽ കാച്ചിയ എണ്ണയാണ് തേച്ചുകൊണ്ടിരുന്നത്. അതുകൊണ്ട് നല്ല ഉള്ളുള്ള തലമുടിയാണ് എനിക്ക്. ആ എണ്ണയ്ക്ക് പ്രത്യേക വാസനയുണ്ട്. മുത്തശ്ശി മരിച്ചെങ്കിലും അമ്മ അതേപോലെ എണ്ണ കാച്ചിത്തരും. അതിപ്പോഴും ഉപയോഗിക്കുന്നുണ്ട്. ഞാൻ എൻ്റെ മുടിക്കെട്ട് അഴിച്ചിട്ടു. ഇടത്തേക്ക് വകഞ്ഞിട്ടു. കണങ്കാൽ വരെ നീളമുണ്ട് എൻ്റെ മുടിക്ക്.
ആലില പോലുള്ള ഷേപ്പുള്ള വയറാണ് എനിക്കുള്ളത്. ഇളം റോസ് നിറത്തിലുള്ള തത്തമ്മ ചുണ്ടുകൾ, ചുവന്ന തുടുത്ത കവിൾത്തടം. എനിക്ക് കുറച്ചു നേരത്തേക്ക് എൻ്റെ ശരീര സൗന്ദര്യത്തിൽ സ്വയം അഭിമാനം തോന്നി. കുളി കഴിഞ്ഞ് ഉച്ചയൂണ് കഴിഞ്ഞ് ഫേസ്ബുക്കിൽ ഒരു സ്റ്റോറി വായിച്ചു കൊണ്ടിരിക്കുകയാണ്. കണ്ണിലേക്ക് ഉറക്കം വിരുന്നുകാരനായി വരുന്നു. ഈ സമയം ആതിരമോളെ എന്ന് വിളിച്ചുകൊണ്ട് രാഘവേട്ടൻ റൂമിലേക്ക് കയറി വന്നു. രാഘവേട്ടൻ അങ്ങനെ എൻ്റെ മുറിയിലേക്ക് കയറി വരാറില്ലല്ലോ. ഇപ്പോൾ ഇതെന്ത് പറ്റി? പാതി മയക്കത്തിൽ ഞാൻ എന്താ ചേട്ടാ എന്ന് ചോദിക്കുന്നുണ്ട്. ഞാൻ ആ സമയം ധരിച്ചിരിക്കുന്നത് പാവാടയും ഇറക്കമുള്ള ബ്ലൗസുമാണ്. രാഘവേട്ടൻ എന്തോ പറയുന്നുണ്ട്. ഇന്ന് പറമ്പിലേക്ക് ഇറങ്ങാനുള്ളൊരു മനസ്സില്ല മോളെ. അങ്ങനെ ഇരുന്നപ്പോൾ മോളുമായി കുറച്ചു നേരം സംസാരിക്കണമെന്ന് തോന്നി. ഞാൻ ആകെ ആശയക്കുഴപ്പത്തിലായി. ഇതൊക്കെ ഇയാൾ എന്തിനാ എന്നോട് പറയുന്നേ? മോൾക്കിവിടെ ബോറടിയാണോ? അങ്ങനെ ബോറടിക്കുന്നൊന്നുമില്ല. എനിക്കിവിടെയൊക്കെ വലിയ ഇഷ്ടമാണ്. എന്നെയും മോൾക്കിഷ്ടമാണോ? ഞാൻ പിന്നെയും കൺഫ്യൂഷനിലായി. ഇങ്ങേരിതെന്തൊക്കെയാണ് ഈ ചോദിക്കുന്നത്? രാഘവേട്ടൻ കൈയെടുത്ത് എൻ്റെ തോളിൽ വെച്ചിട്ട് എന്താവശ്യമുണ്ടെങ്കിലും മോളെ ഏട്ടനോട് പറയണം കേട്ടോ എന്ന് പറഞ്ഞു. ഞാനിങ്ങനെ കണ്ണും വീഴിച്ചിരിക്കുകയാണ്. ഇങ്ങേർക്കിതെന്താ പറ്റിയത്? ഓഹ്, എന്തൊരു ബലിഷ്ടമായ കരമാണ്. രാഘവേട്ടൻ്റെ കൈവിരലുകൾ തോളത്ത് നിന്ന് മുകളിലോട്ട് കഴുത്തിലെത്തി. എന്നിട്ട് കഴുത്തിൽ തലോടുന്നു. ഞാൻ അങ്ങേരുടെ കൈ തട്ടി മാറ്റാൻ ശ്രമിക്കുന്നുണ്ട്. പക്ഷേ സാധിക്കുന്നില്ല. എനിക്കെന്താണ് പറ്റുന്നത്? വായിൽ നിന്ന് ശബ്ദം പോലും പുറത്തേക്ക് വരുന്നില്ല. എനിക്കെന്തൊക്കെയോ തോന്നുന്നു. എന്തൊക്കെയോ ചെയ്യണമെന്നും എന്തൊക്കെയോ പറയണമെന്നുമുണ്ട്. പക്ഷേ ഒന്നിനും കഴിയുന്നില്ല. പെട്ടെന്ന് എൻ്റെ ചെഞ്ചുണ്ടുകൾ രാഘവേട്ടൻ സ്വന്തമാക്കി. ഞാൻ സകല ശക്തിയും പ്രയോഗിച്ച് അയാളെ തള്ളി മാറ്റി. അത്രയും ശക്തനായ ഒരാൾക്കെതിരെ ബലം പ്രയോഗിച്ചത് കൊണ്ടാവണം എൻ്റെ ശരീരം മുഴുവൻ വെട്ടി വിയർക്കുന്നു. ഞാൻ അണയ്ക്കുന്നു. ഞാൻ ഞെട്ടി ഉണർന്നു. മുറിയുടെ ചുറ്റും നോക്കി. വാതിലകത്ത് നിന്ന് പൂട്ടിയിരിക്കുകയാണ്. രാഘവേട്ടൻ റൂമിൽ എങ്ങനെ കയറി? പെട്ടെന്ന് സ്വബോധം വീണു. ഓ, സ്വപ്നമായിരുന്നു. മൊബൈലിൽ തോണ്ടിയങ്ങ് ഉറങ്ങിപ്പോയി. ഞാൻ വാഷ്റൂമിൽ പോയി ഫ്രഷായി പുറത്തേക്കിറങ്ങി. തൊടിയിലും പറമ്പിലും ഇറങ്ങി നടന്നു. പാവൽ കൃഷി ചെയ്യുന്ന ഭാഗത്ത് ദേണ്ടേ നേരത്തെ റൂമിലുണ്ടായിരുന്ന രാഘവേട്ടൻ ഇലകളിൽ കീടനാശിനി പാകുന്ന തിരക്കിലാണ്. എൻ്റെ ഒരു കാര്യം ഞാൻ സ്വയമേ ചിരിച്ചു. അശയിൽ ഉണക്കാനിട്ടേക്കുന്ന തുണി എടുക്കുന്ന കാര്യം മറന്നു. ഉണക്കാനിട്ട തുണികളിൽ എനിക്ക് വളരെ വേണ്ടപ്പെട്ട 1-2 കാണുന്നില്ല. ഷെടാ, കഴിഞ്ഞ ആഴ്ചയും ഇങ്ങനെയൊന്ന് പോയി. കാറ്റ് വീശിയപ്പോൾ പാറിപ്പോയതാവും. ഞാൻ പിന്നെ അതന്വേഷിച്ച് നടന്നില്ല. തിരികെ റൂമിലേക്ക് പോയി. ഫോണിൽ 2 മിസ്ഡ് കോൾസ്. ജ്യോതിലക്ഷ്മിയാണ്. നാട്ടിലെയും കോളേജിലെയും എൻ്റെ ചങ്കാണ് ജ്യോതി. ഞങ്ങൾ തമ്മിലെല്ലാം പറയാറുണ്ട്. ജ്യോതിയുടെ കല്യാണം ഈ ഇടയ്ക്കാണ് കഴിഞ്ഞത്. ആലുവയിലുള്ള ഒരു കരപ്രമാണിയുടെ മകനാണ് കിട്ടിയിരിക്കുന്നത്. അവരുടെ ചില പരാക്രമ കാര്യങ്ങൾ അവൾ എന്നോട് പറയാറുണ്ട്. എനിക്കൊരു കേൾവി സുഖം, അവൾക്കൊരു വിവരണാത്മക സംതൃപ്തി. ഞാൻ നമ്മുടെ രാഘവേട്ടൻ്റെയും നളിനി ചേച്ചിയുടെയും കാര്യം ഇവളോട് മാത്രം പറഞ്ഞിട്ടുണ്ട്. പരസ്പരം പറയുന്ന കാര്യങ്ങൾ ഞങ്ങൾ രഹസ്യമായി സൂക്ഷിക്കുകയും ചെയ്യും. ജ്യോതി എന്നെ ഇടയ്ക്ക് ഫോണിൽ വിളിക്കാറുണ്ട്. ഞാൻ തിരികെ വിളിച്ച് വിശേഷങ്ങൾ പങ്കുവെച്ചു. ജ്യോതി: നീ എവിടെ പോയി കിടക്കുകയായിരുന്നു പോത്തെ? എത്ര നേരമായി വിളിക്കുന്നു? അലക്കിയിട്ടേക്കുന്ന തുണി എടുക്കാൻ പോയതായിരുമേ. അതിലെൻ്റെ ബ്രാ കാണുന്നില്ല. അത് തപ്പി നടക്കുമായിരുന്നു. കിട്ടിയതുമില്ല. അടക്കി പിടിച്ച ഒരു ചിരി. എന്താടി ഒരു ഊളച്ചിരി? ഇന്നാളല്ലേ നിന്റെ വേറെന്തോ കാണുന്നില്ല എന്ന് പറഞ്ഞത്? അന്ന് ഇവളോട് തമാശയ്ക്ക് പറഞ്ഞതാ. അക്കാര്യം ഓർത്തിരിപ്പുണ്ട്. ഞാൻ മനസ്സിലോർത്തു. ജ്യോതി സംഭാഷണം തുടർന്നു. അതാരെങ്കിലും അടിച്ചോണ്ട് പോയതാവും. ഞാൻ ചോദിച്ചു, ഈ വക സാധനങ്ങൾ അടിച്ചോണ്ട് പോയിട്ട് എന്നാ കിട്ടാനാടി? കുന്തം. എടി മരപ്പൊട്ടി, നമ്മളോട് ഭയങ്കര താല്പര്യമുണ്ട്. പക്ഷേ അടുത്തേക്ക് വരാൻ പോലും എന്തെങ്കിലും ബുദ്ധിമുട്ട് കാണും. അങ്ങനെയുള്ള ചില ഞരമ്പുകൾ ഇങ്ങനെയൊക്കെ ചെയ്യാറുണ്ട്. നീ ആ പറമ്പിലെ പണിക്കാർ വല്ലതുമാണോ എടുക്കുന്നത് എന്നൊന്ന് നോക്കിയേരും. ഞാനേ
ടെലഗ്രാമിൽ 1-2 സാധനം ഇട്ടിട്ടുണ്ട്. പിന്നെ വിളിക്കാമേ, ഇവിടുത്തെ അമ്മ വിളിക്കുന്നു. അവൾ കട്ട് ചെയ്ത ഉടനെ ഞാൻ ടെലിഗ്രാം നോക്കി. നല്ല 2-3 നാടൻ വീഡിയോ ആണ്. ഇടയ്ക്ക് ഇങ്ങനെ ഉള്ള കിടിലൻ ഐറ്റംസ് അവൾ ഇട്ട് തരാറുണ്ട്. ഉഫ്, എന്തൊരു പെർഫോമൻസ് ആണ് ഈ വീഡിയോയിലെ ചെറുക്കൻ. അടുത്തത് പ്രായം ചെന്നൊരു അപ്പാപ്പൻ്റെ കസർത്ത് വീഡിയോ. ഈ പ്രായത്തിലും എന്നാ ഒരിതാ. അടുത്തൊരു വീഡിയോ കൂടി കണ്ടു, കിഡിലോസ്കി വീഡിയോ. നല്ല പൊളപ്പൻ സൗണ്ട് എഫക്ട്സ്. ഇതൊക്കെ കണ്ട് എനിക്ക് എന്തൊക്കെയോ പോലെ ഇതൊക്കെ തോന്നുന്നു. കൈകൊണ്ട് എന്തൊക്കെയോ ചില അഭ്യാസങ്ങൾ ചെയ്യാൻ തോന്നുന്നു. മണിക്കുട്ടിയെ ഒന്ന് സന്തോഷിപ്പിച്ചിട്ട് ഞാൻ മാറിക്കിടന്നു. പിറ്റേന്ന് ഞാൻ തൊടിയിലേക്ക് ഇറങ്ങിയ നേരം ഫാമിലെ ചില പണിക്കാരെ കണ്ടപ്പോൾ എൻ്റെ കളഞ്ഞു പോയ സാധനങ്ങളുടെ കാര്യം ഓർമ്മ വന്നു. രാഘവേട്ടൻ ഒരു വലിയ മരക്കഷ്ണം ചുമന്നുകൊണ്ട് പോകുന്നു. അപാര സ്റ്റാമിന തന്നെ. ഇത്രയും വലിയ തടി ഒറ്റയ്ക്ക് പൊക്കിക്കൊണ്ട് പോകുന്നു. ഇനി രാഘവേട്ടനാകുമോ അതൊക്കെ എടുത്തത്? നളിനി ചേച്ചിയെ പോരാഞ്ഞിട്ട് എന്നെയും കൂടെ വേണമല്ലേ കൊച്ചു കള്ള. ഞാൻ മനസ്സിലോർത്തുകൊണ്ട് ഊറിച്ചിരിച്ചു. ഇനി ഇയാൾ അങ്ങനെയൊന്നും ചെയ്തിട്ടില്ലെങ്കിലോ? വേറെയും പണിക്കാരുണ്ടല്ലോ, അവരായിക്കൂടി. രാഘവേട്ടൻ പീടികയിൽ പോയ നേരം ചുമ്മാ ഞാനൊന്ന് പുള്ളിയുടെ മുറിയൊക്കെ ഒന്ന് ഓടിച്ച് ചെക്ക് ചെയ്തു. അവിടെ ഒന്നുമില്ല. വരട്ടെ, കണ്ടുപിടിക്കാം. അഭിയുടെ തറവാട്ടിൽ ക്രിസ്മസ് ആഘോഷിക്കാറുണ്ട്. ആ നാട്ടിലെ പ്രമാണിമാർക്ക് ഇവിടെ തന്നെ ഉണ്ടാക്കുന്ന മുന്തിരിക്കള്ളും എല്ലാം കൊടുത്ത് സൽക്കരിക്കും. വൈൻ ഉണ്ടാക്കുന്നത് രാഘവേട്ടനാണ്. മുന്തിരിക്കള്ളിൽ പുള്ളിയുടെ വക ഒരു ടിപ്പുണ്ട്. ഞാൻ ടേസ്റ്റ് ചെയ്ത് നോക്കിയിട്ടുണ്ട്, പൊളിയാണ്. രാഘവേട്ടൻ വിറക് കീറിയിട്ടിട്ട് അറപ്പുരയിലേക്ക് പോകുന്നു. അടുത്ത ക്രിസ്മസിന് വേണ്ടിയുള്ള വീഞ്ഞ് അവിടെ ഒരു ഭൂഗർഭ അറയിൽ കിടപ്പുണ്ട്. മറ്റൊരറയിൽ ഇന്നാളെടുത്തതിൻ്റെ ബാക്കി മുന്തിരിക്കല്ല് കിടപ്പുണ്ട്. നല്ല സ്വയംഭൻ സാധനമായിരുന്നു. എനിക്കിപ്പോൾ മുന്തിരിക്കള്ളൊന്ന് കഴിക്കാനൊരു പൂതി. മൂപ്പര് അങ്ങോട്ടേക്ക് കയറിയിട്ടുണ്ട്. എന്നെ കണ്ടിട്ടില്ല. പിറകെ ചെന്ന് പുള്ളിയോട് പറഞ്ഞ് അല്പം എടുപ്പിച്ച് കുടിക്കാം. ഒരുപാട് അറകളുണ്ട് ഞങ്ങളുടെ അറപ്പുരയിൽ. രാഘവേട്ടൻ കയറിപ്പോയിട്ട് വാതിലടച്ചിട്ടില്ല. ഞാൻ അതിലൂടെ അകത്തേക്ക് കയറി. വലിയ അറപ്പുര ആണ്. മൂപ്പരെ കാണുന്നില്ല. ഞാനൊരു ഹാഫ് സാരിയാണ് ധരിച്ചിരിക്കുന്നത്. താഴോട്ടിറങ്ങുമ്പോൾ ഇരുന്ന് നിരങ്ങിയാണ് ഇറങ്ങുന്നത്, അല്ലെങ്കിൽ പാവാട തട്ടും. നീണ്ട ഇടനാഴിയുണ്ട് അറപ്പുരയിൽ. വർഷങ്ങളിലായി ഓരോ വഴയും. ഞാൻ അറപ്പുരയിൽ കയറിയത് രാഘവേട്ടൻ അറിഞ്ഞിട്ട് പോലുമില്ല. മുന്തിരിക്കല്ലിൻ്റെ അറയിൽ ചേട്ടനില്ല. ഞാൻ വലത്തോട്ട് തിരിഞ്ഞു നടന്നു. തെങ്ങുംതോപ്പിലെ നാളികേരം കൂട്ടിയിട്ടിരിക്കുന്ന അറയുടെ വാതിൽ പാതി തുറന്നിട്ടിരിക്കുന്നു. അതൊരു വലിയ അറയാണ്. ഇന്നലെ തെങ്ങിൻതോപ്പിൽ നിന്ന് വിളവെടുത്ത നാളികേരം അവിടെ കൂനയായിട്ടിട്ടിരിക്കുകയാണ്. അറപ്പുരയിൽ നല്ല തണുപ്പാണ്. ആ രീതിയിലാണ് അതിൻ്റെ നിർമ്മാണം. നാളികേരം എണ്ണി തിട്ടപ്പെടുത്താൻ കയറിയതാവും. വരുന്ന ഞായറാഴ്ച ലോഡ് കൊണ്ടുപോകാൻ ആൾ വരുമെന്ന് അച്ഛൻ രാഘവേട്ടനോട് പറയുന്നത് കേട്ടിരുന്നു. പണി കഴിഞ്ഞ് മൂപ്പരെ കൊണ്ട് മുന്തിരിക്കല്ലെടുപ്പിക്കണം. ഞാൻ പാതി അടഞ്ഞു കിടന്ന വാതിലിൻ്റെ ഇടയിലൂടെ അകത്തേക്ക് നോക്കി. രാഘവേട്ടൻ പുറം തിരിഞ്ഞ് നാളികേര കൂമ്പാരത്തിന് അഭിമുഖമായി നിൽക്കുകയാണ്. ട്രൗസറിൻ്റെ പോക്കറ്റിൽ നിന്ന് രാഘവേട്ടൻ എന്തോ എടുക്കുന്നു. ഞാൻ ചെറുതായി ഒന്ന് ഞെട്ടി. എൻ്റെ കാണാതായ സാധനം. അപ്പോൾ ഇങ്ങേരായിരുന്നു എൻ്റെ ലത് കട്ട കള്ളൻ. ഇതുകൊണ്ട് അയാൾ എന്താണ് ചെയ്യുന്നത്? ഞാൻ കൗതുകത്തോടെ നോക്കി. പുള്ളി അത് കയ്യിലെടുത്ത് മണപ്പിക്കുന്നു. എന്നിട്ട് എന്തൊക്കെയോ ചെയ്യുന്നു. ജ്യോതിയുടെ ഡയലോഗ് ഞാൻ ഓർത്തു. നമ്മളെ ഒരുപാട് ആഗ്രഹിക്കുന്നവർ ഒരിക്കലും നമ്മൾ നേരെ നിന്ന് അത്തരത്തിലൊരാഗ്രഹമുണ്ടെന്നുള്ള സൂചന പോലും തരാൻ പലതരം ബുദ്ധിമുട്ട് നേരിടുന്ന ആളുകൾ ഇങ്ങനെയൊക്കെ എന്തെങ്കിലും രീതിയിൽ ആത്മസംതൃപ്തി അടക്കും. ശരിയാണ്, ഇവിടുത്തെ അച്ഛൻ്റെ വലങ്കൈയാണ്. എന്തെങ്കിലും ആഗ്രഹമുണ്ടെങ്കിൽ തന്നെ എൻ്റെ അടുത്ത് വരാനുള്ള ധൈര്യം കാണില്ല. ഇടയ്ക്ക് ഞാൻ മുറ്റമടിച്ച് വരാനായി കുനിയുമ്പോൾ ഒരു നോട്ടം അങ്ങോട്ടേക്ക് എറിയുന്നതായി എൻ്റെ ശ്രദ്ധയിൽപ്പെട്ടിട്ടുണ്ട്. ഇങ്ങേരിപ്പോൾ ഇങ്ങനെയൊക്കെ ചെയ്യുന്നത് കണ്ടിട്ട് എനിക്കെന്തോ കുളിര് കോരുന്നത് പോലെ. അറപ്പുരയിലെ പൊടി കീറിയത് കൊണ്ട് പെട്ടെന്ന് എനിക്ക് തുമ്മൽ വന്നു. തുമ്മലിൻ്റെ ഒച്ച കേട്ട് രാഘവൻ ഞെട്ടിത്തിരിഞ്ഞു നോക്കി. എന്നെ കണ്ടത് മൂപ്പർ ഞെട്ടിത്തരിച്ചു. ആദ്യം വന്ന ഞെട്ടൽ ജാള്യതയിലേക്ക് മാറി. മൂപ്പരുടെ പ്രവൃത്തികളെല്ലാം ഞാൻ കണ്ടുവെന്ന് മനസ്സിലായി.
രാഘവേട്ടൻ പതറിയ സ്വരത്തിൽ പറഞ്ഞു, മോളെ, ഒരബദ്ധം പറ്റിയതാ. മോളിതാരോടും പറയരുത്. ഇനി ഇത് ആവർത്തിക്കില്ല. മോളെ കണ്ട നാൾ മുതൽ തോന്നാൻ പാടില്ലാത്ത ആഗ്രഹങ്ങൾ കയറിക്കൂടി. എനിക്കെന്തോ ഒരു മനസ്സലിവ് തോന്നി. എങ്കിലും അത് പുറത്ത് കാണിച്ചില്ല. ആഹാ, അപ്പോൾ ഇതായിരുന്നല്ലേ മനസ്സിലിരിപ്പ്. ഞാൻ ചെന്ന് എല്ലാവരോടും പറഞ്ഞു കൊടുക്കട്ടെ? രാഘവേട്ടൻ ഒരു വല്ലാത്ത ദയനീയ ഭാവത്തിൽ എന്നെ നോക്കി. എനിക്ക് ചെറിയ ഒരു രസം കയറി പുള്ളിയെ ഒന്ന് കളിപ്പിക്കാം. ഞാൻ പറഞ്ഞു, ഇത് മാത്രമല്ല, നളിനി ചേട്ടത്തിയുമായിട്ടുള്ള കാര്യങ്ങളൊക്കെ എനിക്കറിയാം. തെളിവിന് ഞാൻ എൻ്റെ ഫോണിൽ വീഡിയോ എടുത്ത് വെച്ചിട്ടുണ്ട്. ഇത് പറയുമ്പോൾ അതും കൂടി എല്ലാവരെയും കാണിക്കാം. പുള്ളി അവിടെ നിന്ന് എന്ത് ചെയ്യണമെന്നറിയാതെ മരവിച്ചൊരു നിൽപ്പ്. അയ്യോ മോളെ, അതൊരു പാവമാണ്. ഇതൊക്കെ ആരെങ്കിലും അറിഞ്ഞാൽ പിന്നെ ജീവിച്ചിരുന്നിട്ട് കാര്യമില്ല. അത് വല്ല കടുങ്കൈ ചെയ്ത് കളയും. ഇത്രയും പേടിപ്പിച്ചത് മതി എന്ന് ഞാനും കരുതി. രാഘവേട്ടൻ തുടർന്നു, ഇതൊന്നും ആരോടും പറയല്ലേ. മോൾ പറയുന്നത് എന്തും ഞാൻ ചെയ്യാം. എന്തും ചെയ്യുമോ? എന്നെക്കൊണ്ട് പറ്റുന്നത് എന്തും ഞാൻ ചെയ്യും. ആഹാ, എന്നാലേ ഇന്നാൾ വലിയൊരു മരത്തടി തോളിൽ വെച്ചുകൊണ്ട് പോയില്ലേ, അതുപോലെ എന്നെയും എടുത്തുകൊണ്ട് ഈ അറപ്പുരയിൽ നടക്കണം. പറയേണ്ട താമസം രാഘവേട്ടൻ ഒറ്റ കൈകൊണ്ട് എന്നെ പൊക്കിയെടുത്ത് തോളിലിട്ട് നടക്കാൻ തുടങ്ങി. സ്കൂളിൽ പോകുന്ന കുട്ടികൾ ഒറ്റ കൈയിൽ ബാഗ് എടുത്ത് തൂക്കുന്ന പോലെ നിസ്സാരമായിട്ടാണ് എന്നെ പൊക്കിയിട്ടത്. ഞാൻ രാഘവേട്ടൻ്റെ മൂക്കിലൊന്ന് പിടിച്ചുകൊണ്ട് ചോദിച്ചു, ഇങ്ങനെയൊക്കെ ചെയ്യുന്നത് വേറെ ആരെങ്കിലും കണ്ടിരുന്നെങ്കിലോ? മോശമാവില്ലായിരുന്നോ? ഇങ്ങനെ ഒരു ആഗ്രഹമുണ്ടായിരുന്നേൽ എന്നോട് പറഞ്ഞാൽ പോരായിരുന്നോ? ഞാൻ ഗ്രീൻ സിഗ്നൽ കൊടുത്തതുകൊണ്ട് രാഘവേട്ടൻ എൻ്റെ മുഖത്തേക്ക് നോക്കി ഒന്ന് ചിരിച്ചു. രാഘവേട്ടൻ എന്നെ താഴെ നിർത്തി 2 കൈകളും എൻ്റെ ചുമലിൽ വെച്ചു. ഞാൻ അനുസരണയുള്ള ഒരു പൈക്കിടാവിനെ പോലെ രാഘവേട്ടനോട് ചേർന്ന് നിന്നു. രാഘവേട്ടൻ പതുക്കെ എൻ്റെ ചുണ്ടുകൾ തൻ്റേതാക്കിക്കൊണ്ട് പരിപാടികൾ തുടങ്ങി. നാളികേരം പൊളിച്ചതിൻ്റെ തൊണ്ടുകൾ അറപ്പുരയുടെ മൂലയ്ക്ക് കൂട്ടിയിട്ടുണ്ടായിരുന്നു. അവിടെ ചകിരി കൊണ്ടുള്ളൊരു മെത്തയുമുണ്ട്. അതിപ്പോൾ സൗകര്യമായി. സ്വർഗരാജ്യം കണ്ടുകൊണ്ട് പരിപാടി അവസാനിച്ചു. ഇത്രയും നാളായി എൻ്റെ കെട്ടിയോനിൽ നിന്ന് കിട്ടാത്തതെല്ലാം എനിക്ക് ലഭിച്ചു. രാഘവേട്ടൻ അറപ്പുരയിൽ നിന്ന് ആദ്യം ഇറങ്ങിപ്പോയി. അല്പം കഴിഞ്ഞ് ഞാൻ പോയാൽ മതി എന്ന് പറഞ്ഞിരുന്നു. ഞാൻ എൻ്റെ വസ്ത്രങ്ങളെല്ലാം നേരെയാക്കി അഴിഞ്ഞു വീണ മുടികൾ കെട്ടി ഒതുക്കി പുറത്തേക്ക് ഇറങ്ങാൻ തുനിഞ്ഞു. അല്പം മുന്തിരിക്കള്ള് രുചിക്കാമെന്ന് വിചാരിച്ച് കയറിയതാണ് ഈ അറപ്പുരയിൽ. അതിലും നല്ലത് ലഭിച്ചു. ഇതിപ്പോൾ ലാഭമായല്ലോ. ഞാൻ പുറത്തേക്കിറങ്ങി. ആരുമില്ല. ആശ്വാസത്തോടെ ഞാൻ വീട്ടിലേക്ക് കയറി. പിന്നീടുള്ള ദിവസങ്ങളിൽ തരം കിട്ടിയപ്പോഴൊക്കെ ചേട്ടൻ എന്നെ സ്വർഗം കാണിച്ചു തന്നു. അങ്ങനെയിരിക്കെ അഭിക്ക് 10 ദിവസം സ്പെഷ്യൽ ലീവ് അനുവദിച്ച് കിട്ടിയത് കാരണം നാട്ടിലേക്ക് വന്നു. രാത്രിയിൽ പതിവ് പോലെ തന്നെ ചടങ്ങ് കഴിച്ചിട്ട് അഭി മാറിക്കിടന്നുറങ്ങും. ഒരു മാറ്റവുമില്ല. ഉറങ്ങുന്ന അഭിയെ നോക്കി ഞാൻ മനസ്സിലോർത്തു, രാഘവേട്ടാ, യു ആർ ഗ്രേറ്റ്. അഭി, നീ വെറും വേസ്റ്റ്. അഭി ഇനി 1 മാസം കൂടിയേ മുംബൈയിലുള്ളൂ. കൊച്ചിയിലേക്ക് ട്രാൻസ്ഫർ കിട്ടി. അവിടെ ഒരു ഫ്ലാറ്റ് എടുത്തിട്ടുണ്ട്. എന്നെയും കൊണ്ടുപോകും. എന്ത് കാര്യത്തിന്? ഞാൻ മനസ്സിലോർത്തു. 1 മാസം കൂടി കഴിഞ്ഞ് കൊച്ചിയിലേക്ക് പോകേണ്ട ദിവസമായി. ഫാമിലെ പശുക്കളെ ചവിട്ടിക്കാൻ രാഘവേട്ടൻ നല്ല സ്വയംഭൻ 2 വിത്തുകാളകളെ കൊണ്ടുപോകുന്നു. ദൂരെ 2 മരത്തിൽ ഒരു തള്ളപ്പശുവിനെ കെട്ടിയേക്കുന്നു. വേറൊരു മരത്തിൽ ഒരു കിടാവിനെയും. തള്ളപ്പശുവിനെ നളിനിയേട്ടത്തിയായും ആ കിടാവിനെ ഞാൻ എന്നെ തന്നെയായും ഉപമിച്ചു. ആ വലിയ വിത്തുകാളയെ രാഘവേട്ടനായും. എൻ്റെ ഉള്ളിൽ ഒരു ചിരി പൊട്ടിയതും കാറ് സ്റ്റാർട്ടായതും ഒരുമിച്ചായിരുന്നു. ഞങ്ങളുടെ പുതിയ താമസ സ്ഥലത്തെ ലക്ഷ്യമാക്കി ആ കാറ് മുന്നോട്ട് നീങ്ങി. ഞാൻ പുറത്തേക്ക് നോക്കിയപ്പോൾ രാഘവേട്ടൻ എനിക്ക് ടാറ്റ തരുന്നു. ഞാൻ തിരിച്ചും ടാറ്റ കൊടുത്തു. കൊച്ചിയിൽ അവസരം കിട്ടിയാൽ പുതിയൊരു രാഘവേട്ടനെ കണ്ടെത്തണം. അതുവരെ ഈ രാഘവേട്ടന് ഗുഡ് ബൈ. വിത്ത് ലവ്, അലീന.